എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെ അല്ലേ? 2 ദിവസം വീഡിയോ ഇല്ലാണ്ട് പോയിട്ടോ. കാരണം അത് പലരും അന്വേഷിച്ചായിരുന്നു എന്നെ പറ്റി എന്നെ വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ അന്വേഷണങ്ങൾക്കൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. ചെറിയൊരു പനിയൊക്കെ ആയിട്ട് കിടപ്പിലായി അതാട്ടോ. എനിക്കും അതായിരുന്നു, മക്കൾക്കും അതായിരുന്നു. ഇന്നും അങ്ങ് വലിയ പരിപാടിക്കൊന്നും പോണില്ല. ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാൽ എല്ലാവരോടും കമൻറ്റ് ചെയ്യണേക്കാളും ഭേദേ ഒരു വീഡിയോ അങ്ങനെ ഇടുവാണെങ്കിൽ എല്ലാവരും അറിഞ്ഞോളൂലോ എന്ന് കരുതി കേട്ടോ. അപ്പം അങ്ങ് ഒത്തിരി വലിയ പരിപാടിയൊന്നും ചെയ്യാനുള്ള എനർജി ആയിട്ടില്ല. നമ്മുടെ പച്ചക്കറി ആണെങ്കിൽ ഇതാ ഇത്രയും ഭാഗമൊക്കെ ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ഇതാണ്ടോ, ഇനി ഇവിടെ കാട് കയറിയാലും ഇവിടെ നന്നാക്കൽ നടക്കില്ല എന്ന് തോന്നുന്നു. ഒന്ന് ഓക്കെ ആയി വരണ്ടേ. പിള്ളേർക്കും കൂടെ പനിയായിട്ടോ, അതാണ് വിഷയം വന്നത്. അത്ര ഓക്കെ ആയി. ഇത് ഈ പോർഷൻ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടോ, ഈ മാതിരി കാട് കയറി മൂടി നിൽക്കും കേട്ടോ. 2 ദിവസം കൊണ്ട് കാടൊക്കെ പറിച്ച് എല്ലാം റെഡിയാക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. നമ്മൾ തീരുമാനം എടുത്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നിത്യവഴുതന കണ്ടോ, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതാ കണ്ടോ, നിത്യവഴുതന ഫുള്ള് മൊട്ടിട്ട് പൂവൊക്കെ ആയി നിൽക്കുവാണ്. പക്ഷേ ഇതിനൊരു പന്തൽ കണ്ടോ, നിത്യവഴുതന ഫുള്ള് മൊട്ടിട്ടൊക്കെ നിൽക്കുക കണ്ടോ. പക്ഷെ അതൊന്ന് കയറിപ്പോകാനൊരു ഇതായില്ല. ഇവിടെയൊക്കെ ഒന്ന് കാട് പറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കും കേട്ടോ. അവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുക കണ്ടോ. അവിടെയൊക്കെ അത് ഫുള്ള് മേളിക്കൂടെയൊക്കെ ഈ കയറിപ്പോണത് നമ്മുടെ ചതുരപ്പയർ എല്ലാം ഞെരിങ്ങി എൻ്റെ ഒരു പണിയും ശരിയാവാണ്ടിരിക്കുക. എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും വന്ന മനുഷ്യൻ്റെ കാര്യം തീർന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ട് കഞ്ഞിയും പയറും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പച്ചക്കറി ഒന്നും പറയണേ ഇല്ലായിരുന്നു. അപ്പം 2 ബ്രിഞ്ചാളും 2 ബീൻസൊക്കെ കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് കിടക്കാത്തതുകൊണ്ട് ഒന്നും എടുക്കലില്ലായിരുന്നു. അപ്പം അതൊന്ന് കട്ട് ചെയ്താന്ന് ഓർത്തെ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഇതും ബ്രിഞ്ചാൾ ടൈപ്പ് തന്നെയുള്ളതാണ്. പക്ഷേ കണ്ടോ, ഇതിനൊരു ചെറിയ കയ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് അതിന് വിഷയമില്ല കേട്ടോ. അന്നേരം മറ്റേ വഴുതനേക്കാൾ നല്ല ടേസ്റ്റും തോരനൊക്കെ വെക്കാം. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കായ്ക്കും. അങ്ങനെയൊന്നും തോരനെടുക്കണോളൂ. നമ്മുടെ ബീൻസ് കുറച്ച് മൂത്ത് നിൽക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് പറിക്കാം. ബീൻസ് ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പൂർവാധികം ഉഷാറോടെ തിരിച്ചു വരാവേ. എന്നിട്ട് നമുക്ക് ഈ പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് പേജാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നാളെ കാണാം.